ആതിരെ പറവൂർ മണ്ഡലത്തിൽ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു CPM പറഞ്ഞത് CPI സ്ഥാനാർത്ഥികളെ മാറ്റി ഇനി CPMന്റെ സ്ഥാനാർത്ഥിയായിരിക്കും LDFിൽ നിന്നും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് VD സതീശനെതിരെ. അപ്പോൾ VD സതീശൻ ഇതുവരെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പൂർണ്ണമായും അങ്ങ് ഇല്ലാതെയാക്കിക്കൊണ്ട് VD സതീശനെ അവിടെ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് CPMന് ഇപ്പോൾ നിലവിലുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. VD സതീശനെതിരെ CPMൽ നിന്നോ CPIയിൽ നിന്നോ CPMൽ നിന്നോ ആര് മത്സരിച്ചാലും VD സതീശനോട് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പൂർണ്ണമായ ബോധ്യം നിലവിൽ LDF മുന്നണിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് UDFനും ബാക്കിയുള്ള ജനങ്ങൾക്കും. പക്ഷേ അതേ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഏതെങ്കിലും ഒരു കൊടികുത്തിയ UDFന്റെ കാൻഡിഡേറ്റ് വന്നാൽ തീർച്ചയായും പിണറായി വിജയൻ അവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള ഭയവും ഇതുപോലെ തന്നെ LDFനുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് പറവൂരിൽ VD സതീശനെതിരെ CPI തന്നെ മത്സരിക്കുമെന്ന് CPI കട്ടായം പറഞ്ഞിരിക്കുകയാണ്. CPMന് ഒരു അവസരം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഒരു പിടിവാശി CPMന് ഇപ്പോൾ ഒരു പക്ഷേ CPIക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ CPMും CPIയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് വലിയൊരു വിള്ളൽ ഉണ്ടാക്കില്ലേ? ആദ്യം അവർ തമ്മിലൊരു തീരുമാനമാക്കുക ആരാണ് അവിടെ മത്സരിക്കാന്നുള്ളത്. എന്തായാലും പറവൂര് VD സതീശൻ നിൽക്കുന്ന ഒരു തീരുമാനമെങ്കിലും അവിടെ ഉണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വേറെ ആൾക്കാരും അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും മറ്റു ഗ്രൂപ്പുകളൊന്നും ഇവിടെ അടി ഉണ്ടാക്കുന്നില്ല. പിന്നെ NDയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ അവർക്ക് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, അവരുടെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പഞ്ചായത്തുകളിൽ അവർക്ക് ഓൾറെഡി നല്ല സ്വാധീനം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോ നമ്മുടെ നേഷൻ ഫസ്റ്റിൽ തന്നെ ഈ പുനർജനി പദ്ധതിയുമായി നടത്തിയ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പബ്ലിക് ഒപ്പീനിയൻ ആ ഒരു എപ്പിസോഡ്. അപ്പോൾ അതിനകത്തിലേക്ക് ഞാനത് കണ്ട സമയത്തും തോന്നിയ ഒരു കാര്യമാണ്, VD സതീശനോട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു എതിരഭിപ്രായമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരോട് പ്രത്യേകിച്ച് ഇഷ്ടക്കൂടുതലും VD സതീശനോട് ഇഷ്ടക്കുറവുമുള്ള ആൾക്കാർ മറ്റ് പൊതുവെ നമ്മൾ കേരള സംസ്ഥാനം മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടെങ്കിലും അയാളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ അയാളുടെ ഇഷ്ടം തന്നെയാണ് ജനങ്ങൾക്ക്. അപ്പോ അയാളെ അവിടെ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് തന്നെയാണ് ഈ ജയസാധ്യത എന്ന് പറയുന്നത്. ഇനിയിപ്പോ CPM ആണെങ്കിലും CPI ആണെങ്കിലും ആരെ കൊണ്ട് മത്സരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തുനിന്ന് ഇവിടെ വന്ന് മത്സരിച്ചാൽ പോലും ജയം VD സതീശനായിരിക്കും ഉണ്ടാവാൻ പോകുന്നതാണ്. പിന്നെ NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, അവരുടെ വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. VD സതീശനെ തോപ്പിക്കാന്നതിന്റെ അപ്പുറത്തേക്കും അവിടെ അവരുടെ വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളതാണ്. ഇനിയിപ്പോ CPIന്റെ ആണെങ്കിലും CPMന്റെ ആണെങ്കിലും വെറും ഒരു പാഴ് സ്വപ്നമായി മാറും. നിങ്ങൾക്ക് അവിടെ VD സതീശനെ ഇല്ലാതാക്കാം എന്നൊക്കെ ഉള്ളത്. തീർച്ചയാണ്. ഇപ്പോ കഴിഞ്ഞ തവണകളിലായി ഇത്തരത്തിൽ പറവൂരിൽ നിന്ന് തന്നെയുള്ള പറവൂർകാരനായിട്ടുള്ളവരെ മത്സരിപ്പിച്ചിട്ട് പോലും CPMനും CPIക്കും തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ CPIയുടെ സ്റ്റാർ കാൻഡിഡേറ്റായി ഉയർത്തി കാണിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ പോലും ഇത്തരത്തിൽ പറവൂർ വന്ന് മത്സരിച്ചിട്ട് തോൽവി ഏറ്റുവാങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ആര് വന്ന് മത്സരിച്ചാലും അല്ലെങ്കിൽ ഏത് കൊടികുത്തി വാണ നേതാവ് അല്ലെങ്കിൽ ഏത് CPMന്റെ തലമൂത്ത നേതാവ് എന്ന് മത്സരിച്ചാലും വിജയം VD സതീശനൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പറവൂർ VD സതീശനോടൊപ്പം തന്നെ ആയിരിക്കും. അവിടെ ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്കോ തീർച്ചയായിട്ടും ഉണ്ടാകില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനു മുൻപ് ഒരു തവണ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം വീണ്ടും അവിടെ മത്സരിച്ച് വിജയിക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് VD സതീശൻ നല്ലൊരു MLA തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു മാറ്റവും ഇതുവരെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തു വരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPMുമായി സീറ്റ് വെച്ച് മാറുന്ന കാര്യത്തിൽ ചർച്ച വേണ്ടെന്ന നിലപാടാണ് CPI സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി മറ്റൊരു ചർച്ചയുടെ അല്ലെങ്കിൽ മറ്റൊരു തീരുമാനമെടുക്കലൊന്നും ഉണ്ടാവില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. പറവൂർകാരനായ KN ദിനകരൻ പരാജയപ്പെട്ടതിന് പിന്നാലെ 3 വട്ടം മണ്ഡലത്തിൽ നിന്നും പുറത്തുള്ള 3 പേർ മത്സരിച്ചിട്ടും ഓരോ തവണയും സതീശൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയായിരുന്നു. അതായത് നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഒരു ധർമ്മടത്തെ ഒരു അവസ്ഥ പരിശോധിച്ചപ്പോൾ ഇത് തന്നെ നമ്മൾ പറഞ്ഞത് 2016 അദ്ദേഹം മത്സരിച്ചപ്പോൾ 30,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചതെങ്കിൽ 2021 ആയപ്പോൾ അത് 50,000-ന് മുകളിൽ വോട്ടുകളായിരുന്നു നേടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോ ഈ ഒരു തവണത്തെ മത്സരത്തിൽ അദ്ദേഹം ഇനി ഭൂരിപക്ഷം കുറയുമോ കൂടുമോ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ പിന്നെ ഈ പറയുന്നത് പോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പന്ന്യൻ രവീന്ദ്രനെ പോലെ ജനകീയനായ CPI നേതാവ് മത്സരിച്ചിട്ട് പോലും പറവൂർക്കാരനായ ദിനകരന് കിട്ടിയ വോട്ട് പോലും പന്ന്യൻ രവീന്ദ്രൻ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ദിനകരനെയൊക്കെ അത്രയും വലിയൊരു കാൻഡിഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത്രയും വലിയൊരു ജനപ്രീതിയുള്ള ഒരാളായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. പലർക്കും അദ്ദേഹത്തെ അറിയില്ല എന്നുള്ളതാണ്. അത് ഈ സർക്കാരിന്റെ ഒരു പരാജയം തന്നെയാണ്. ശരിക്കും നമ്മളിത് കാൻഡിഡേറ്റ്സിനെ
വെറുതെ ഒരു സ്റ്റാർ വാല്യൂവിന്റെ അപ്പുറത്തേക്കും അവരെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജയിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടെ വേണം. അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പന്ന്യൻ രവീന്ദ്രനോട് പ്രത്യേകിച്ച് ആർക്കും ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ എതിരഭിപ്രായം എന്നുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല, അല്ലെങ്കിൽ ഒരു നേതാവല്ല. പക്ഷെ അയാളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ടും ജയിക്കും. അതിന്റെ അപ്പുറത്തേക്കും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നന്നായിട്ട് പ്രവർത്തിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജനങ്ങള് കൂടുതലായിട്ടും ഇഷ്ടാനുസരണമായിരിക്കും കൊണ്ട് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ PD സതീഷിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഇവർ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും സാധാരണ അവിടുത്തെ തന്നെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിലും അങ്ങോട്ടല്ലേ വോട്ട് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ CPIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരെ നിർത്തിയിട്ടുണ്ടെങ്കിലും അപ്പുറത്തേക്കുള്ള ആൾക്കാരിലേക്ക് ആ സ്ഥലങ്ങളൊക്കെ പോവുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ അത് തന്നെ നോക്കിയിരിക്കാതെ, അല്ലെങ്കിൽ VD സതീഷിനെ അവിടെ തോപ്പിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് എല്ലാവരും കൂടെ ഈ പറയുന്ന പറവൂർ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൂടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരെയൊക്കെ നിർത്തി കഴിഞ്ഞാലാണ് ഒരു ജയ സാധ്യത ഉള്ളതനുസരിച്ചിട്ടാണ് നിർത്തേണ്ടത്. ഇപ്പോ തീർച്ചയായിട്ടും ഇപ്പോൾ VD സതീഷിനെതിരെ ഇനിയിപ്പോൾ LDF-ൽ നിന്നും സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് അയ്യൂബ് ഖാൻ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ NDAയിൽ നിന്നും RV ബാബു ആണ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. പുറത്തുവരുന്ന സൂചനകൾ പ്രകാരമാണ്, ഇതൊന്നും സ്ഥിരീകരിച്ച വിവരങ്ങളല്ല, സ്ഥിരീകരിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾ എന്ന് പറയേണ്ടി വരും. ഈ പറയുന്നവരൊക്കെ മത്സരിക്കുമ്പോൾ പോലും VD സതീഷിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യം ഇവർക്കൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒരു ബലിയാടാക്കി നിർത്താൻ വേണ്ടി മാത്രം NDA നമ്മളിവിടെ കൂട്ടാൻ പാടില്ല. കാരണം നേരത്തെ അതിൽ പറഞ്ഞ പോലെ NDAയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു വിജയിച്ച കയറലൊന്നും NDA ഇപ്പോൾ തന്നെ സ്വപ്നം കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ CPMന്റെയോ CPIയുടെയോ അവസ്ഥ അതല്ല, അല്ലെങ്കിൽ LDFന്റെ അവസ്ഥ അതല്ല. LDFന് എങ്ങനെയും VD സതീഷിനെ തോൽപ്പിച്ചേ തീരും. അതാണ് കാരണം വേരിൽ നിന്നും പറിച്ചു മാറ്റുക എന്നുള്ളൊരു നിലപാട്, അതിലേക്കാണ് ഇപ്പോൾ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. വേരോടെ കടപുഴകി പോകാതിരുന്നാൽ മതി എന്നുള്ളതാണ് അങ്ങനത്തെ നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോൾ തോന്നുന്നത്. കാരണം സ്വന്തം പിണറായി എന്ന് പറയുന്ന സ്ഥലം വരെ കൈവിട്ടു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ധർമ്മടം കൈവിട്ടു പോകുന്ന അവസ്ഥ, ഒരിക്കലും കോൺഗ്രസിന് സ്വപ്നം പോലും കാണാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന് വോട്ട് ഷെയർ കൂടുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഈ പറയുന്ന ലോക്സഭ കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തദ്ദേശം കഴിഞ്ഞ സമയത്താണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും CPMന് സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. കുറച്ച് ആകെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. മൊത്തത്തിലെടുക്കലേക്ക് ഒരു ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അതിന് ഒരു കോൺഗ്രസ് ആയുള്ള സ്ഥലമായിട്ടാണ്. അതിന് ഇവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് അതേപോലെ മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടെന്നൊക്കെയാണ്. എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായി ഈ പറഞ്ഞ വേരോട്ടം എല്ലാ സ്ഥലങ്ങളിലേക്കും കൃത്യം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഒരു കുറച്ച് മാസം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായൊരു കാര്യമല്ല, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു വർക്കിന്റെ പ്രകാരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ അവിടെ തമ്മിൽ അടിയിട്ടിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. കാരണം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് പന്ന്യൻ രവീന്ദ്രൻ തോറ്റുപോയതെന്നൊരു വലിയൊരു സാഹചര്യം അവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ജനകീയനായ ഒരു നേതാവാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു നേതാവാണ്. ആ നേതാവിന് CPMന്റെ ഒരു പകപോക്കലായിരുന്നില്ലേ അല്ലെങ്കിൽ അയാളെ തോപ്പിച്ച് കളഞ്ഞത്? നിങ്ങൾ അവിടെ പ്രവർത്തിക്കാത്തതിന്റെ ഒരു അല്ലെങ്കിൽ കാര്യക്ഷമത ഇല്ലാതായി പോയതല്ലോ. ഒന്ന് ആഞ്ഞു പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കിട്ടിയേനെ, കിട്ടിയെങ്കിലും കിട്ടിയേ. തീർച്ചയായിട്ടും ഇവിടെയുള്ള യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. അതായത് തോൽക്കും എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ തോൽക്കാനാണ് സാധ്യത എന്നുള്ളൊരു കണക്ക് കൂട്ടലുകൾ ഈ പറയുന്ന അണികൾക്കുള്ളിൽ തന്നെ യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ എത്രയൊക്കെ മത്സരിച്ചാലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും തോൽവിയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അലംഭാവത്തോടു കൂടി തിരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഓവർ കോൺഫിഡൻസ്. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളെ വിജയിക്കൂ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. ഇതാണ് കാര്യം ആലോചിച്ചത്. എനിക്ക് ഈ നിലമ്പൂര് ബൈ ഇലക്ഷൻ വന്ന സമയമില്ലേ, ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് അവിടെ മത്സരാർത്ഥിയുടെ ആവശ്യമില്ല, കാരണം അവിടെ ഞങ്ങൾക്കൊരു റോളില്ല. CPMും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മത്സരമാണ്, ഞങ്ങൾക്ക് റോളില്ല. ആ ഒരു നിലപാടാണോ അല്ലെങ്കിൽ NDA നിലപാടിലേക്കാണോ CPM പോകുന്നത്? അത് ഏതാണ്ട് അതുപോലെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അവിടെ ആരെ നിർത്തിയാലും വിജയിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ആരെ നിർത്തിയാലും ഇവർ തമ്മിലാണ് മത്സരം, അതിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന അതിവിടെ കൃത്യമായി നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആയിരുന്നു, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആയിരുന്നു, മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ മുന്നോട്ട് കുതിച്ച് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന NDA അല്ലെങ്കിൽ BJP
എ നോക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരടിക്കലിനിടയിലാണ് NDA അവിടെ വളർന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ പോലും ചർച്ച ചെയ്തപ്പോൾ LDF വിജയിക്കുമോ UDF വിജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല, ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്നൊരു സാഹചര്യമാണ് NDA ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആലോചിച്ചാല് BJP മുഴുവൻ വർഗീയവാദം പറയുന്നു, അല്ലെങ്കിൽ അവര് ഇവിടെ ഈ മത ജാതി ഭിന്നത നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഡെയിലി ഈ പറയുന്ന CPM പറഞ്ഞിരുന്ന് അവർക്ക് വളർത്താനുള്ള മണ്ണ് വളക്കൂറാക്കി കൊടുത്തൊരു അവസ്ഥയൊക്കെ ആയിപ്പോയി CPM-ന്റേത്. കാരണം ഹർഷ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി രംഗത്തേക്ക് അത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കും വെറുതെ അങ്ങ് മനക്കോട്ട കിട്ടുകയാണ്. ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടേതാണ്. അവിടെ ഞങ്ങള് മാത്രമല്ല അപ്പുറത്ത് ബാക്കിയുള്ളവരും ഉണ്ട് എന്നുള്ളൊരു ചിന്ത കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി ഇപ്പോ പോയി പല സീറ്റുകളും ഈ പറയുന്ന CPM-ന് നിലനിർത്താമായിരുന്നു എന്നുള്ളതാണ്. ആ ചിന്തയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് തദ്ദേശം കഴിഞ്ഞപ്പോഴാണ്. അതെ, ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ പറവൂരിൽ VD സതീശൻ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പറയുന്നത് പോലെ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ പറവൂരിൽ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ NDA-ക്കും LDF-നും ഒക്കെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ആരെങ്കിലും ബലിയാടാക്കാൻ സാധിക്കുന്നവരെ കൊണ്ടുവന്ന് നിർത്തുക. തോൽവി എന്തായാലും ഉണ്ടാകുമെന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും CPI-ക്കും CPM-നും അകത്ത് തന്നെ പോരുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ മുച്ചോട് മുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞ പോലെ സ്റ്റാർ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്ന ഒരു എല്ലാവർക്കും അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് എന്ന് അറിയാൻ ആഗ്രഹമുള്ള മണ്ഡലങ്ങളല്ലേ. അതെ, ധർമ്മടം, പിണറായി, സ്റ്റാർ സ്ഥാനാർത്ഥി അങ്ങനത്തെ കുറെ മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയണം അവിടെ എന്താണ് ഇലക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും നോക്കിയിരിക്കുന്ന സ്ഥലം. കാരണമുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ മത്സരം അല്ലെങ്കിൽ ഇവരെ തന്നെ സ്ഥാനാർത്ഥി നിർത്തണം എന്നുള്ളൊരു പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ധർമ്മടം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇങ്ങനെ ഒരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള MLA ആയിട്ടുള്ള ഈ പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ തോൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉറപ്പിക്കലാണ് ആ ഒരു നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ സംശയത്തിന് വഴി വെക്കുന്നത് പോലും ഈ ഒരു തോൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ VD സതീശന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തോൽവി ഉണ്ടാകില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു സംശയമില്ല. ആര് സ്ഥാനാർത്ഥി എന്നത് മാത്രമായിരിക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് ആര് വിജയിക്കുമെന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ്.